إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധത്തോടുകൂടി നമ്മുടെ കർമ്മങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ മരണം വരെ ഈമാനും ആരോഗ്യവും ഹിദായത്തും പരിപൂർണമായും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തുൽ ജുമുഅയിലെ 10-ാമത്തെ ആയത്താണ് നാം ഓതി കേൾപ്പിക്കപ്പെട്ടത്. സഫർ മാസത്തിലെ മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. മുഹറം നമ്മിൽ നിന്നും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സഫറിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ഒന്ന് ഒതുങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒതുങ്ങിയിരുന്നാൽ നന്നായിരുന്നു. സഫറിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയായിരിക്കും അടുത്ത വെള്ളിയാഴ്ച നാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്. ഏതായാലും ഓരോ മാസത്തിലെയും ചിന്തകൾ പറയുമ്പോൾ വിശ്വാസിയുടെ പ്രഭാതം എന്നുള്ളതിൽ ഈ മാസത്തെ ഈ മുഹറത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ചെറിയ ഒരു ചിന്തകളാണ്. കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന ദിവസങ്ങളെ കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തക്വീറിലെ ആയത്താണ്. വസ്സുബഹി ഇദാ തനഫസ്. പ്രഭാതത്തെ കുറിച്ച് രസകരമായി പറഞ്ഞ ഒരു ഭാഗമാണ് സൂറത്തു തക്വീറിലെ ആ ഒരു ഭാഗം. വെളിച്ചം അത് വീശി അടിക്കുമ്പോൾ തനഫസ് എന്നാണ് കാറ്റടിച്ച് വീശുന്നതിനാണ് പൊതുവെ അറബിയിൽ പറയുക. വല തനാഫസു എന്നൊരു പ്രയോഗം ഹദീസുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ സുബഹി പ്രഭാതം എന്നുള്ളത് ഇതാ തനഫസ് അത് കാറ്റടിച്ച് വീശുമ്പോൾ എന്നാണ്, വെളിച്ചം വീശുമ്പോൾ എന്നാണ്, വെളിച്ചം വിതറുമ്പോൾ എന്നാണ്. അപ്പൊ പ്രഭാതത്തെ അതിമനോഹരമായി ഖുർആൻ വിശദീകരിക്കുകയാണ്. അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് അവിടെ നമുക്കുള്ളത്. അപ്പൊ പുലരി എന്നുള്ളത്, പ്രഭാതം എന്നുള്ളത് ഒരു അത്ഭുതമായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പുലരിയുടെ നാഥൻ എന്നൊരു പ്രയോഗം സൂറത്തുൽ ഫലഖിൽ തുടങ്ങുമ്പോൾ അള്ളാഹു ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് പ്രഭാതം പുലരി എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു അതിനെ ഒരു അത്ഭുതമായിട്ടാണ് ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചത്.
അതുകൊണ്ടാണ് മനുഷ്യൻ ഉണരുന്നതിനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഹദീസുകൾ വിശദീകരിച്ചത് അതുകൊണ്ടാണ്. പാരൂപത്തിൽ പ്രഭാതത്തെ അതിമനോഹരമായി വർണ്ണിച്ചു. പ്രകൃതിയെ വർണ്ണിച്ചതുപോലെ മിൻകുല്ലി സൗജിൻ ബഹീജ് എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, സൂറത്തുൽ ഹജ്ജിൽ. അതുപോലെയാണ് പ്രഭാതത്തെയും ഖുർആൻ കണ്ടത്. നമുക്കറിയാലോ, നല്ല കടപ്പുറത്ത് പോയി രാവിലെ സൂര്യോദയത്തെ നോക്കുന്നവർ, സൂര്യാസ്തമയത്തെ ദർശിക്കുന്നവർ, അവർ അതിനെ വളരെ മനോഹരമായാണ് കാണുക. കവികൾ അതിനെ വർണ്ണിക്കാറുണ്ട്. എങ്കിൽ ഖുർആനും അതിന്റെ മനോഹാരിതയെ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടിയത് ഇബാദത്തിലൂടെ മുന്നേറാനാണ്. അതിന്റെ മനോഹാരിത കണ്ട് അതിൽ കണ്ണഞ്ചി പോകാതിരിക്കാൻ, മറിച്ച് ആ മനോഹാരിത പോലെ തന്നെ അതിലുള്ള അമലുകൾക്കും മനോഹാരിതയുണ്ട് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. നാം ഉറങ്ങി എഴുന്നേൽക്കുമ്പോ പറയാറുള്ളത് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥനയാണ്. അതിൽ രാവിലെ ഒരാൾ അങ്ങനെ പറഞ്ഞു ഉണരണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നമുക്കറിയാം, ചില ആളുകൾ, ഒരു സഹാബി വന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ഉറങ്ങിപ്പോകാറുണ്ട് എന്ന്. സുബഹിക്ക് എഴുന്നേൽക്കാതെ ഉറങ്ങിപ്പോകുന്ന പരാതി വന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്നാണ്. ഒരു മനുഷ്യന്റെ കാതിൽ പൈശാച് മൂത്രമൊഴിക്കുമ്പോഴാണ് അവൻ ഉറങ്ങിപ്പോകുക എന്ന് പഠിപ്പിച്ചു. അത് പരന്നു നോക്കിയാൽ, തിരഞ്ഞു നോക്കിയാൽ കാണുന്ന സംഗതിയല്ല, മറിച്ച് അതൊരു ലോക്കിടലാണ്. അത് മാനസികമായി ആത്മീയമായി ഒരു മനുഷ്യനെ ലോക്കിടുന്ന സംഭവമാണ് പൈശാചികമായി മൂത്രമൊഴിക്കുന്നു എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ആ രൂപത്തിൽ പൈശാചികമായ ഉപദ്രവം നമുക്കുണ്ടാകും. അത് ഉണ്ടാവാതിരിക്കാൻ, ആ രാവിലെയുള്ള മനോഹാരിതയെ ആസ്വദിക്കാൻ സ്ഥിരം പഠിപ്പിച്ചത് രാത്രി പ്രാർത്ഥനയോടുകൂടി കിടക്കുക എന്നുള്ളതാണ്. വുളുണ്ടാക്കിയവൻ രാത്രി കിടക്കുമ്പോ അവന് പിശാചിന്റെ ബന്ധം ഉണ്ടാവൂല. രാത്രി കിടക്കുമ്പോ ആയത്തുൽ കുർസി ഓതിയവന് പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവൂല. രാത്രി കിടക്കുമ്പോ ആമനത്തുൽ പാരായണം ചെയ്തവൻ പിശാച് അവന്റെ അടുത്തെത്തുകയില്ല. രാത്രി കിടക്കുമ്പോ ഖുർആൻ പാരായണം ചെയ്തവനെ പിശാച് സ്പർശിക്കുകയില്ല. രാത്രി കിടക്കുമ്പോ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തും ഓതിക്കഴിഞ്ഞാൽ പിശാചിന്റെ ഒരു ഉപദ്രവം അവന്റെ അടുത്ത് പോലും എത്തുകയില്ല എന്നൊക്കെ ഒരുപാട് ഹദീസുകൾ വന്നു. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ നേരിട്ട് അള്ളാഹു അവന്റെ റൂഹിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ ഹദീസുകൾ പഠിപ്പിച്ചു. അപ്പൊ രാത്രി കിടക്കുമ്പോൾ ഈ പ്രഭാതത്തിന്റെ പുലരിയുടെ മനോഹാരിതയെ ആലോചിച്ച് വേണം കിടക്കാൻ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ആ രൂപത്തിൽ നമ്മൾ കിടക്കാറുണ്ടോ? ഈ മുഹറത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മുടെ തീരുമാനത്തെ മാറ്റിയെടുക്കേണ്ടത് ഈ ഒരു രൂപത്തിലായിരിക്കണം. എന്റെ ഇന്നത്തെ രാത്രി അങ്ങനെ ആയിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യണം. കുട്ടികൾ എന്റെ മുമ്പിൽ ഒരുപാടുണ്ട്. മക്കളെ, നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓടാനും ചാടാനുമുള്ള ഈ പ്രായമുണ്ടല്ലോ. നാം കണ്ണാടി നോക്കിയാൽ ചുളിയാത്ത മുഖമാണ് നമ്മുടേത്, നല്ല സൗന്ദര്യമുള്ള മുഖമാണ് നമ്മുടേത്. ഒരു ടീഷർട്ടിന്റെ ആ കോളർ അല്പം നൂല് പൊന്തിയാൽ നമുക്ക് ടെൻഷൻ ആകും. അത് നാം ധരിക്കാറില്ല. 65 75 വയസ്സുള്ള നമ്മുടെ ഉപ്പാപ്പ അങ്ങനെയല്ല, അവരെന്തും ധരിക്കാൻ തയ്യാറാണ്. എങ്കിൽ നമ്മുടെ ഈ പ്രായത്തിൽ നാം മരണപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ ഒരു ധൈര്യവുമില്ല. നാം മണ്ണിടിച്ചിൽ കണ്ടതാണ്. വയനാട് ദുരന്തം നാം കെട്ടറിഞ്ഞതല്ല, കണ്ടറിഞ്ഞതാണ് മീഡിയകളിലൂടെ. എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം എന്നുള്ളത് എങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ളത് നിർവചനങ്ങൾക്ക് അപ്പുറത്താണ്. അതിൽ പ്രായമില്ല, കാരണങ്ങളില്ല. നാം നിർവചിക്കുന്ന ഒരു കാരണവും അവിടെ മാധ്യമമായി മീഡിയയായി വരുന്നില്ല. എങ്ങനെ മരിക്കും അതൊരിക്കലും നമുക്ക് നിർവചിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഈ അവസാനത്തെ വെള്ളിയാഴ്ച എന്നുള്ളത് എനിക്ക് കിട്ടിയ ബോണസ് ആണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ബോണസ് ആണ് ഇന്ന് ജീവിക്കുക എന്നുള്ളത്. നാളെ ജീവിക്കാനും കഴിഞ്ഞാൽ അതും എനിക്ക് നാളെ ലഭിക്കാൻ പോകുന്ന ബോണസ് ആണ്. അപ്പൊ എന്റെ ഓരോ മിനിറ്റുകളും, ഇപ്പൊ സമയം 1 മണി ആവാൻ പോവുകയാണ്, ഓരോ മിനിറ്റുകളും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബോണസ് ആയിട്ട് നാം ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഓണം വരുമ്പോ റേഷൻ കടയിൽ പോയാൽ ബോണസ് ആയി പല വ്യഞ്ജനങ്ങളും അതേപോലെ ധാന്യമണികളും നമുക്ക് ലഭിക്കാറുണ്ട്, അല്ലെ? എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ബോണസ് ആണ് ഈ വെള്ളിയാഴ്ച. സഫറിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പങ്കെടുക്കാൻ കഴിയോ അറിയില്ല. ചിലപ്പോ വാതരോഗം വന്ന് കിടപ്പിലായിരിക്കും.
സ്ട്രോക്ക് വന്ന് കിടപ്പിലായിരിക്കും, ആക്സിഡന്റ് വന്ന് കിടപ്പിലായിരിക്കും, അല്ലെങ്കിൽ കബറിലായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോവുക എന്ന് പ്രഖ്യാപിക്കാൻ കഴിയൂല. പ്ലാൻ ചെയ്യാം, പക്ഷെ പ്രഖ്യാപിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രഭാതം എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം ലോകാടിസ്ഥാനത്തിൽ ഒരു ദിവസം 25,000 മുതൽ 45,000 വരെ ആളുകൾ കിടന്നിടത്തുനിന്ന് മരിക്കുന്നവരാണ് എന്നാണ് കണക്കുകൾ. അവരെഴുന്നേൽക്കുന്നില്ല. അത്ര ആൾ 25,000-ന്റെയും ഏകദേശം 45,000-ന്റെയും ഇടയിൽ ആളുകൾ രാവിലെ എഴുന്നേൽക്കാറില്ല. അവർ കിടന്നിടത്ത് മരിക്കുന്നു. അതൊരു മാസത്തെ കണക്കായി പറയുന്നത് 7 ലക്ഷത്തിന്റെയും 13 ലക്ഷത്തിന്റെയും ഇടയിലുള്ള ആളുകൾ രാത്രി കിടന്നിടത്ത് രാവിലെ എഴുന്നേൽക്കാറില്ല എന്നാണ്. അത് വാർഷിക കണക്കായി പറയുന്നത് 90 ലക്ഷത്തിന്റെയും ഏകദേശം ഒരു 1.25 കോടിയുടെ അത്തരം ആളുകൾ എന്ത് ചെയ്യുന്നു? കിടന്നിടത്ത് മരിക്കുന്നു, എണീക്കാതെ. അവിടെയാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ എത്ര വലിയ സ്തുതിയാണ് നിനക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം? ആ സ്തുതിക്കുള്ള കാരണം എന്താ? ബാക്കി തന്നെ പറഞ്ഞു, അല്ലദീ അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹി നുശൂർ. അല്ലദീ അഹ്യാന, നീ എന്നെ ജീവിപ്പിച്ചു എന്നുള്ളതാണ് നിനക്ക് സ്തുതി പറയുവാനുള്ള ഏറ്റവും വലിയ കാരണം. ഞാൻ ഇവിടെ രാവിലെ 5 മണിക്കോ 4 മണിക്കോ 4:30 മണിക്കോ എഴുന്നേറ്റു എന്നുള്ളത്, അതിനുശേഷം സമയം പറയാത്തത് അതിന് മുന്നേ എഴുന്നേൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ എഴുന്നേറ്റു എന്നുള്ളത് എന്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് അൽഹംദുലില്ലാഹ് അതിന് നിനക്കാണ് യോഗ്യത. എന്റെ റൂഹ് തന്നവൻ നീയാണ്. ആ റൂഹ് തന്നില്ലെങ്കിൽ എന്റെ പേര് എന്താണ്? മയ്യത്ത് എന്നാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയും ഇട്ട പേരുകളല്ല ജനങ്ങൾ നമ്മെ വിളിക്കുക എന്നുള്ളത് ഒരു നിമിഷം നമ്മൾ ആലോചിക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇവിടെ പള്ളിയിൽ ഇരിക്കുന്ന നമ്മളും ആലോചിക്കേണ്ടത്, അൽഹംദുലില്ലാഹ് വരുന്ന വഴിക്കൊന്നും മരിച്ചിട്ടില്ലല്ലോ. മരിച്ചിരുന്നെങ്കിൽ ഈ ഖുതുബയിൽ ഞാൻ പറയും, ഇന്ന മനുഷ്യന്റെ മയ്യത്ത് നിസ്കാരം എന്ന് പറയുമായിരുന്നു. അള്ളാഹു ഈമാനോടുകൂടി നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹി നുശൂർ. മക്കളെ, പ്രായമുള്ളവർ പ്രാർത്ഥിക്കാറുണ്ടാവും. പക്ഷെ നമ്മുടെ മക്കളെ, നമ്മൾ ആ പ്രാർത്ഥന രാവിലെ നടത്തിയിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടല്ലേ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത് നാം ആലോചിക്കേണ്ട വിഷയമാണ്. രണ്ടാമതായി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം ദൃഢനിശ്ചയം ചെയ്യണം. രാത്രി കിടക്കുമ്പോഴും ദൃഢനിശ്ചയം ചെയ്യണം. ഞാൻ എന്തായാലും എഴുന്നേൽക്കും, ഉറപ്പാണ്. ഞാൻ രാവിലെ സുബഹിക്ക് മുന്നേ എഴുന്നേൽക്കും എന്ന് തീരുമാനിക്കാനും കഴിയണം. ആ തീരുമാനം നടപ്പിലാകുവാനുള്ള മാർഗം നേരത്തെ പറഞ്ഞതുപോലെ കിടക്കുമ്പോൾ പ്രാർത്ഥനയോടെ, പാപമോചനത്തോടെ, ഇസ്തിആനത്തോടെ കാവലിനെ തേടിക്കൊണ്ട് കിടക്കുക. എന്താ കാവലിനെ തേടുക എന്ന് പറഞ്ഞാൽ? ആയത്തിൽ കുറിച്ച് കാവലിനെ തേടലാണ്, ആമന റസൂൽ കാവലിനെ തേടലാണ്, സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനും കാവലിനെ തേടലാണ്. അങ്ങനെ കാവലിനെ തേടിക്കൊണ്ടോ നാം കിടന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം, നമ്മുടെ ദൃഢനിശ്ചയം നടപ്പിലാവും. എന്താ ദൃഢനിശ്ചയം? ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കും. നടപ്പിലാവാനുള്ള മാർഗം പൊടിക്കൈ. എന്താ പൊടിക്കൈ? കിടക്കുമ്പോ ആ ഇസ്തിആനത്തോടെ പ്രാർത്ഥനയോടെ കിടക്കുക. അത് തന്നെയാണ് മാർഗം. വേറെ മാർഗമൊന്നുമില്ല. അലാറം അടിച്ചോണ്ട് എഴുന്നേറ്റോണമെന്നില്ല. അലാറം അടിച്ചാലും എഴുന്നേൽക്കണം. എന്ത് വേണം? ദൃഢനിശ്ചയം വേണം. എഴുന്നേൽക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു സുബ്ഹിക്ക് പള്ളിയിൽ വന്നാൽ സുബ്ഹിക്ക് ശേഷം വെളിച്ചം വരുന്നതുവരെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല എന്നാണ്. അദ്ദേഹം പുറത്തേക്ക് നോക്കും, അല്ലെങ്കിൽ ആരുടെയും ചോദിക്കും, വെളിച്ചം വന്നോ, വെളിച്ചം വന്നോ എന്ന് ചോദിക്കും. അങ്ങനെ വെളിച്ചം വന്നതിന് ശേഷം മാത്രം പുറത്തിറങ്ങുകയും എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കും, അൽഹംദുലില്ലാഹില്ലദീ അഖാലനാ യൗമിനാ ഹാദാ വലം യുഹ്ലികനാ ബിദുനൂബിനാ. അല്ലാഹുവേ, ഈ രാവിലെ ഇന്നത്തെ ദിവസം എന്നെ ജീവിപ്പിച്ച റബ്ബേ, നിനക്കാണ് സ്തുതി. വലം യുഹ്ലികനാ ബിദുനൂബിനാ, ഞങ്ങളുടെ തെറ്റുകളെ കൊണ്ട് നീ ശിക്ഷിച്ചില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഇത് വല്ലാത്തൊരു പ്രയോഗമാണത്. അപ്പൊ അള്ളാഹുവേ എന്നുള്ള വിളി അവിടെയും വരുമായിരുന്നു എന്നാണ്. കാരണം പ്രഭാതം എന്നുള്ളത് ബർക്കത്തിന് സമയമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും നടത്തിയ പ്രാർത്ഥനയാണ്. ലോകാവസാനം വരെയുള്ള ഉമ്മത്തിന് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് നീ ബർക്കത്ത് ചെയ്യണേ എന്നാണ്. അബൂബക്കറിന് എന്നല്ല, ഉമറിന് എന്നല്ല, എന്റെ ഉമ്മത്ത് എന്നാണ്. ഉമ്മത്ത് എപ്പോഴാ? ഖിയാമത്ത് നാൾ വരെ. അപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ ആ പ്രാർത്ഥന ഉണ്ടാവും. അള്ളാഹു കൂടെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. ആർക്കാ ബർക്കത്ത് കൊടുക്കേണ്ടത്? രാവിലെ ഇറങ്ങുന്നവർക്ക് ബർക്കത്ത് കൊടുക്കണേ എന്നാണ്.
അപ്പോ കച്ചവടം രാവിലെ തുടങ്ങുക, ജോലി രാവിലെ തുടങ്ങുക, രാവിലെ വായിക്കുക, രാവിലെ പഠിക്കുക, രാവിലെ ഉണരുക. അങ്ങനെ രാവിലെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ബർക്കത്തുണ്ടാകുമെന്നാണ്. മാത്രമല്ല, ഒരു സഹാബിയുടെ ചരിത്രത്തിൽ പറയുന്നത് അബ്ദുറഹ്മാൻ സഖർ എന്ന് പറയുന്ന സഹാബി പറയാണ്, അതേ പൊതുവെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. അങ്ങനെ ഈ ഹദീസ് കേട്ടതിന് ശേഷം അദ്ദേഹം രാവിലെ പുറപ്പെടുന്നാൻ. അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരാൻ പണിക്കാരെ ഏൽപ്പിക്കുമല്ലോ, അങ്ങനെ ആ കൊണ്ടുവരാനുള്ള ജോലിക്കാരെ അദ്ദേഹം രാവിലെ ഏൽപ്പിച്ചിരുന്നു എന്നാണ്. ഇന്നൊരു ഉച്ചയാകുമ്പോൾ അദ്ദേഹം ആ ജോലിക്കാരെ ഫ്രീ ആക്കി കൊടുത്തിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണുന്നുണ്ട്. ഇപ്പൊ രാവിലെ പോകൽ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം എനിക്ക് വല്ലാത്തൊരു മനസ്സംതൃപ്തി ഉണ്ടായിരുന്നു എന്നാണ്, റീന ഉണ്ടായിരുന്നു എന്നാണ്, ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു എന്നാണ്. അത് വല്ലാത്തൊരു മനസ്സംതൃപ്തിയായിരുന്നു എന്ന് അബ്ദുറഹ്മാൻ സഖർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, രാവിലെ കോർട്ടിസോൾ എന്നുള്ള ഒരു ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുമെന്നാണ്. ഈ കോർട്ടിസോൾ ഹോർമോണിന്റെ പ്രത്യേകത നല്ല ശ്രദ്ധയും നല്ല ഉന്മേഷവും ലഭിക്കുന്നതാണ്. ആ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന സമയം പ്രഭാതം പൊട്ടിവിടുന്ന സമയത്താണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഏതായാലും ആ രൂപത്ത് എഴുന്നേൽക്കുന്നവർക്ക് നല്ല ശ്രദ്ധയും ജാഗ്രതയും നല്ല ഓർമ്മയും ഒക്കെ ഉണ്ടാകും എന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പൊ കുട്ടികളെ രാവിലെ അല്ല ഉറങ്ങേണ്ട സമയം, പിന്നെ എപ്പോഴാ? രാത്രിയാണ്. അപ്പൊ രാവിലെ നേരത്തെ എഴുന്നേറ്റ്, പഴയ ആൾക്കാരൊക്കെ പറയാനെന്താ, 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടികളെ 4 മണിക്ക് എഴുന്നേൽപ്പിക്കും. രാവിലെ പഠിച്ച തലയിൽ കയറുന്ന പറയാ അല്ലെ. അപ്പൊ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ കാരണം ആ രൂപത്തിൽ ആരോഗ്യപരമായ ഭൗതികമായ വിഷയങ്ങൾ ഉണ്ടെങ്കിലും ഇസ്ലാമികമായി അതിന് ബർക്കത്ത് ഉണ്ടാവും. അതുകൊണ്ട് മക്കളെ പരീക്ഷയിൽ ജയിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല ടാലന്റ് ആവണം, നല്ല കുട്ടിയാവണം എന്ന താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കുള്ള മാർഗം എന്താ? രാവിലെ എഴുന്നേൽക്കുക. അതിൽ ബർക്കത്ത് ഉണ്ടാവും, മലക്കുള്ള പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ മക്കൾ അതിന്റെ ഇടയിൽ ഓർമ്മിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. മാത്രമല്ല, ഖുർആൻ പാരായണത്തിനും കൂടി ആ നേരമാണ് ഖുർആൻ പറഞ്ഞത് അല്ലെ. ഖുർആൻ പാരായണം രാവിലെ ആവണം എന്ന് പറഞ്ഞു. ഖുർആനൽ ഫജ്ർ, പ്രഭാതത്തിലെ ഖുർആൻ. ഖുർആൻ ആയത്തിൽ ഖുർആൻ പാരായണത്തിന്റെ പ്രാധാന്യം ഹദീസുകളിലും ആയത്തുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പ്രഭാതത്തിലെ പ്രാർത്ഥനക്ക്, പ്രഭാതത്തിലെ ഖുർആനോത്ത് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. പ്രഭാതത്തിലെ പ്രാർത്ഥനക്കും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത്താഴ സമയത്ത് അല്ലാഹു 1ാം ആകാശത്തേക്ക് ഇറങ്ങും, എന്ത് ചോദിച്ചാലും തരും എന്ന് പറഞ്ഞ ഹദീസിൽ എന്ത് ചോദിച്ചാലും എന്നുള്ളതിനെ ഒന്നുകൂടി വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചത്? ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് കൊടുക്കും, ചോദിച്ചാൽ കൊടുക്കും. അപ്പൊ എന്താണ് അടുത്ത? രണ്ടാമത് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കും. വീണ്ടും പറഞ്ഞു ഇസ്തിഗ്ഫാർ തേടിയാൽ അവർക്ക് പുറത്തു കൊടുക്കും. ഇതെപ്പോഴാ? രാവിലെയാണ്. അപ്പൊ രാവിലെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം പറഞ്ഞു, ഖുർആൻ പാരായണത്തിന് പ്രാധാന്യം പറഞ്ഞു. പിന്നെ സുന്നത്ത് നിസ്കാരം, സുബ്ഹിക്ക് മുന്നേ 2 റക്അത്ത് സുന്നത്ത് ഉണ്ടല്ലോ. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവിലും ആഖിറത്തിലും ഉള്ളതിൽ ഏറ്റവും ഖൈറാണത്. ദുനിയാവിൽ എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്കുണ്ട് അല്ലെ? ഒരുപാട് വിഭവങ്ങൾ, ആരോഗ്യം, വാഹനം, വീട്, സമ്പത്തൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിനേക്കാളും ഖൈർ എന്താ? ഈ 2 റക്അത്താണ്. റബ്ബന അത്തിനാ ഫിദ് ദുനിയ ഹസന എന്ന് പ്രാർത്ഥിക്കുന്നതിൽ, ദുനിയാവിൽ എനിക്ക് നീ ഹസനത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എന്തൊക്കെ ഹസനത്ത് ആഗ്രഹിക്കുന്നുണ്ടോ അവൻ ചെയ്യേണ്ടത് സുബ്ഹിക്ക് മുന്നേയുള്ള 2 റക്അത്ത് നിസ്കാരം അതിനെ ഫള് മനസ്സിലാക്കി, അതിന്റെ ഖൈറ് മനസ്സിലാക്കി നിസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞു, ഞാൻ ഓതി വെച്ച ആയത്ത്. അതിന് പുറമെ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉദ്കുറു, നിങ്ങൾ ദിക്ർ ചെയ്യണം എന്ന് പറഞ്ഞു. മാത്രമല്ല മറ്റൊന്നിടത്ത് ഒന്നുകൂടി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദക്കറുല്ലാഹ, നിങ്ങൾ ദിക്ർ ചെയ്യണം. എങ്ങനെ? ദിക്റൻ കസീറൻ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അവിടെയും പറഞ്ഞത് അങ്ങനെയാണ്. വസബ്ബിഹു, സുബ്ഹാനല്ലാഹ് ചൊല്ലുക. എപ്പോൾ ചൊല്ലണം? ബുക്റ. ബുക്റ എന്നാൽ അതിരാവിലെ, നേരത്തെ. ബുക്റ രാവിലെയും വഅസീല വൈകുന്നേരവും. അപ്പൊ രാവിലെ ദിക്ർ ചൊല്ലാനും പ്രാധാന്യം എടുത്തു പറഞ്ഞു. അപ്പൊ ദിക്ർ ചൊല്ലേണ്ടത് രാവിലെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ രാവിലെ, പ്രാർത്ഥനയിൽ രാവിലെ, സുന്നത്തുകൾക്ക് രാവിലെ ഒക്കെ ഖുർആൻ പറഞ്ഞു. ഇവിടെയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹയുടെ ഒരു വാചകം, ഉദ്കുറു സബാഹ് വൽ മസാ, നിങ്ങൾ രാവിലെയും വൈകുന്നേരം ദിക്ർ ചൊല്ലണം. ബിമൻസിലതി ദഅഇ കുല്ലമാ സാദത് സുംകുഹു, എന്താ അതിന്റെ സ്ഥാനം? ഒരു പരിചയും അങ്കിയും പോലെയാണ്, അമ്പും വില്ലും പോലെയാണ്.
എന്ന് പറയാം. പരിചയും അങ്കിയും പോലെയാണ്. കുല്ലമാ സാദ സുംകുഹു, ആ പരിചയുടെ ഭാരം കൂടിയാൽ, കുല്ലമാ സാദ സുംകുഹു, കട്ടി കൂടിയാൽ, പരിചയുടെ കട്ടി കൂടിയാൽ, ലം യതഅസ്സർ സാഹിബഹു, അത് ധരിച്ചവന് ഒരു അപകടം ഉണ്ടാവില്ല, ഒന്നും കൂടി സംരക്ഷണമായിരിക്കും. അതുപോലെയാണ് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്ർ എന്ന് ആര് പറഞ്ഞു? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു. അപ്പോ ഒരു മനുഷ്യൻ സുബഹിക്ക് മുന്നേ 2 റക്അത്ത് നിസ്കരിച്ചു, സുബഹി നിസ്കരിച്ചു, അവൻ ആരാണ്? ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ഇനി പ്രഭാത പ്രാർത്ഥനയും കൂടി നടത്തിയാലോ ആ പടയങ്കിക്ക് എന്തായി? ഒന്നുകൂടി ഉറപ്പുകൂടി എന്നാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ രാവിലെ പോകും. ഇപ്പൊ പുതിയ തലമുറകളൊക്കെ രാവിലെ ജിമ്മിൽ പോകുന്ന തലമുറയാണ് അല്ലെ. അപ്പോ ആ സമൂഹം ആലോചിക്കേണ്ടത് അത് ആരോഗ്യപരമായ വിഷയമാണ് എങ്കിൽ അതിന്റെ ഒരു 5 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റാൽ, 5 മിനിറ്റ് നേരത്തെ ഒന്ന് ഉണർന്നാൽ, 5 മിനിറ്റ് നേരത്തെ ഒരായത്തോതിയാൽ, 5 മിനിറ്റ് നേരത്തെ ഒരു ദിക്ർ ചൊല്ലിയാലോ, രണ്ടുമായി അല്ലെ. ആരോഗ്യം കിട്ടി, പരലോകം കിട്ടി. ഇപ്പൊ രാവിലെ ആരോഗ്യം സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നവർ ഒരു 5 മിനിറ്റ് എങ്കിലും പരലോകത്തിന് വേണ്ടി ശ്രദ്ധിക്കണം. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 3 പേജെങ്കിലും ഖുർആൻ വായിക്കാൻ തയ്യാറാവണം. ഒരു പേജെങ്കിലും ഖുർആന്റെ അർത്ഥം വായിക്കാൻ തയ്യാറാവണം. ഒരായത്തെങ്കിലും നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കണമെന്നാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്നാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു, രാവിലെ എഴുന്നേറ്റു, 2 കൈകളും കഴുകണം. അത് ഇസ്ലാം പഠിപ്പിച്ച മര്യാദയാണ്. ഒരു വിശ്വാസി രാവിലെ എഴുന്നേറ്റ ഉടനെ 2 മൂക്കും ചീറ്റണം, മൂക്കുകൾ ചീറ്റണം രാവിലെ എഴുന്നേറ്റ ഉടനെ. നമുക്ക് ആ ശീലമുണ്ടോ? ഇല്ലെങ്കിൽ തുടങ്ങണം. കാരണം തരിമൂക്കിൽ ആണ് പിശാച് ഉണ്ടാവുക എന്നാണ്. ഇപ്പൊ 2 മൂക്കും ചീറ്റുക, എന്നിട്ട് പറഞ്ഞു 2 കൈകളും കഴുകണം. നിങ്ങൾ നിങ്ങളുടെ കൈകൾ കഴുകുന്നത് വരെ നിങ്ങളുടെ പാത്രത്തിൽ കൈ തൊടാൻ പാടില്ല എന്നാണ്, കൈ ഇട്ടാൻ പാടില്ല എന്നാണ്. സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇന്ന് അതിന്റെ ഭൗതികമായ വ്യാഖ്യാനങ്ങൾ വന്നു തുടങ്ങി. അതെന്തോ ആവട്ടെ, ഇസ്ലാമികമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയാണ്. അതോടൊപ്പം അതൊരു സുന്നത്താണ്. അതുകൊണ്ട് തന്നെ പാത്രം പിടിക്കുമ്പോൾ വേഗം നേരെ അടുക്കളയിൽ പോയിട്ട് വേഗം പാചകം ചെയ്യാനുള്ള ശ്രദ്ധകളിലേക്കാണ് ഉണ്ടാവുക. അതിന് മുന്നേ കൈകൾ വൃത്തിയായി 3 തവണ കഴുകുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച മര്യാദയാണ്. മൂക്ക് ചീറ്റുക, ബ്രഷ് എന്തായാലും ചെയ്യുമല്ലോ അല്ലെ, അതൊരു സുന്നത്താണ് എന്നുള്ളതാണ്. നമ്മൾ ബ്രഷ് എന്തിനാ? അതൊരു ശീലമായത് കൊണ്ടാണ്, അല്ലെങ്കിൽ വായനാറും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതൊരു സുന്നത്തായിട്ട് നമ്മൾ കാണണം എന്നുള്ളത് റസൂലുള്ള പഠിപ്പിച്ച ഒരു മര്യാദയായി നമ്മൾ അതിനെ കാണണം. ശേഷം പ്രാർത്ഥന, ദിക്ർ, ഖുർആൻ പാരായണം, ആ കാര്യങ്ങൾ നിസ്കാരം എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ ഖുർആൻ പാരായണവും പ്രാർത്ഥനകളും ദിക്റുകളും അത് നമ്മൾ നിസ്കാരത്തിന്റെ കൂടെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് മൂസിക്കും സാനിയൻ ബിതഖ്വല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് നമ്മൾ എല്ലാവരും എത്തും എന്ന ബോധം നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈമാനും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, രാവിലെ മലക്കുകൾ വിളിച്ചു പറയുന്നതാണ് അല്ലാഹു മഅതി മുംസിക്കൻ തലഫ, അല്ലാഹു മഅതി മുംഫിക്കൻ ഖലഫ. രാവിലെ എല്ലാ ദിവസവും 2 മലക്കുകൾ വിളിച്ചു പറയുന്ന ഒരു പ്രയോഗമാണ്. ചിലവഴിക്കുന്നവർക്ക് ഇനിയും വർദ്ധിപ്പിക്കണേ, ചിലവഴിക്കാത്ത പിശുക്കന്മാർക്ക് അത് ഇല്ലായ്മ ചെയ്യണേ എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ വീട്ടിൽ ആ ഒരു ശീലമുണ്ടാവണം, സ്വതക്കയുടെ ശീലമുണ്ടാവണം. നമ്മുടെ വീട്ടിൽ ചെറിയൊരു ബോക്സ് സ്ഥാപിക്കുക, ചെറിയൊരു ബോക്സ്, അതിൽ എന്തെങ്കിലും ഒരു തുക എല്ലാവരും നിക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് മാറുക. ചെറിയ കുട്ടികളടക്കം
നാണയങ്ങൾ 1 രൂപ നാണയം ബാക്കിയുണ്ടാകും അല്ലേ, അത് ആ ബോക്സിലേക്ക് നിക്ഷേപിക്കാം. 1 മാസമാകുമ്പോൾ എത്ര ആയിട്ടുണ്ടാവും? ഒരു 50 രൂപ ചുരുങ്ങിയതാവും അല്ലേ. 50 രൂപ നേരെ പള്ളിയുടെ ബോക്സിൽ കൊണ്ടിടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്കുക. അങ്ങനെ ദിനേന രാവിലെ 1 രൂപയെങ്കിലും നിക്ഷേപിക്കുന്ന ഒരു ബോക്സ് വീട്ടിൽ നിക്ഷേപിക്കാൻ തയ്യാറാക്കുക. അങ്ങനെ സ്വതക്കയിലേക്ക് രാവിലെ ഉണ്ടാകുമ്പോൾ മലക്കളുടെ പ്രാർത്ഥന രാവിലെകളിൽ അള്ളാഹുവെ ചിലവഴിക്കുന്നവർക്ക് നീ വർധനവ് കൊടുക്കണേ എന്ന പ്രാർത്ഥനയിൽ അള്ളാഹുവിനെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കും പങ്കാളി ആവാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ആ ഒരു രൂപത്തിലേക്ക് നാം ദാനധർമ്മങ്ങളിലേക്ക് നന്നായി മാറേണ്ടതുണ്ട്. അതിന്റെ ഗുണങ്ങളൊക്കെ പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ സ്വതക്കകൾ നന്നായി വർദ്ധിക്കണം. മലക്കളുടെ പ്രാർത്ഥന രാവിലെ ലഭിക്കുന്ന സംഗതിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ, ഇന്ന് ആരാണ് നോമ്പെടുത്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ്. പിന്നെ റസൂൽ ചോദിച്ചു, ഇന്ന് ആരാണ് ഒരു മിസ്കിന് ഭക്ഷണം കൊടുത്തത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ്. പിന്നെ ചോദിച്ചു, ഇന്ന് ആരാണ് ജനാസയിൽ പങ്കെടുത്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ്. വീണ്ടും റസൂൽ ചോദിക്കുകയാണ്, ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ് എന്ന് പറഞ്ഞു, ഞാൻ പങ്കെടുത്തു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ റസൂലുള്ള പ്രഖ്യാപിക്കുന്ന ഒരു സ്വർഗത്തിന്റെ വാഗ്ദാനമുണ്ട്. നമുക്ക് കഴിയണം. നമ്മൾ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇന്നയാൾ മരിച്ചു എന്ന് കാണും, നമുക്കത് അറിഞ്ഞോളുന്നില്ല. നമുക്ക് അറിയുന്നവരുടെ മയ്യിത്ത് നിസ്കരിക്കാൻ നമ്മൾ വല്ലാതെ താല്പര്യം കാണിക്കും. പക്ഷെ നമുക്കറിയാത്ത ആരോ, എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ അടുത്ത കാലത്ത് നമുക്കൊക്കെ പരിചയമുള്ളൊരു വ്യക്തി വളരെ കുറച്ച് ദൂര സ്ഥലത്തേക്ക് പോവാണ്, ഒരാൾ മരിച്ച സ്ഥലത്തേക്ക്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ആരാന്നും അറിയില്ല, ഇന്ന് വിവരം അറിഞ്ഞു, എന്നാൽ എനിക്ക് വേറെ പണിയൊന്നുമില്ല, അപ്പൊ ഞാൻ എന്തായാലും ആ മയ്യിത്ത് നിസ്കരിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അത് വല്ലാത്തൊരു മനസ്സാണ്. അപ്പൊ നമ്മൾ കഴിയുന്ന മയ്യിത്ത് നിസ്കാരങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് ഒരു ഘടകമാണ്. മയ്യത്ത് കാണുക എന്നുള്ളത് നമ്മൾ നിർബന്ധ ബുദ്ധിയായി ഏറ്റെടുത്ത വിഷയമാണ്. സമൂഹം അത് ഏറ്റെടുത്തു കഴിഞ്ഞു. മയ്യത്ത് കാണുക എന്നുള്ളത് 1000 ആളുകളോ 500 ആളുകളോ മയ്യത്ത് കാണും, പക്ഷെ നിസ്കരിക്കാൻ അതിന്റെ 4-1 പോലും ഉണ്ടാവാറില്ല. മയ്യത്ത് കാണുക എന്നുള്ളത് ഇസ്ലാം ഒരു സുന്നത്തായി പഠിപ്പിച്ച സംഗതി ഒന്നുമല്ല. ജനങ്ങൾ അങ്ങനെ ധരിച്ചത് മയ്യത്ത് കാണൽ എന്തോ പുണ്യമാണ്, കണ്ടില്ലെങ്കിൽ എന്തോ നഷ്ടമാണ് എന്ന രൂപത്തിലാണ്. കാണാം, അത് തെറ്റൊന്നുമില്ല. നമുക്ക് അയാളെ മുഖം ലാസ്റ്റ് കാണാൻ ആഗ്രഹം ഉണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മയ്യത്ത് കാണുക എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ഒരാൾ മരിച്ചാൽ മയ്യത്തിനെ പിൻപറ്റുക, മയ്യത്തെ നിസ്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എന്നുള്ളത്. അത് നമ്മൾ ഉൾക്കൊള്ളണം. ആ രൂപത്തിൽ മയ്യത്തിനെ പിൻപറ്റുന്ന വിഷയം, മയ്യത്തെ നിസ്കരിക്കുന്ന വിഷയം, രോഗികളെ സന്ദർശിക്കുന്ന വിഷയം, രോഗികളെ വിളിക്കുന്ന വിഷയം, വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക. അല്ലെ, ചിലപ്പോൾ എല്ലാ വീട്ടിലും പോകാൻ കഴിഞ്ഞോണമെന്നില്ല. അവരുടേതായ പരിതസ്ഥിതികൾ നമുക്ക് പോകാൻ പറ്റാത്ത രൂപത്തിലായിരിക്കാം, വീട്ടുകാർക്ക് പ്രയാസമുണ്ടായിരിക്കാം, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ളവരെ ഒന്ന് വിളിച്ചന്വേഷിക്കൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം. ആ രൂപത്തിലേക്കുള്ള ഒരു മാറ്റം ഇൻഷാ അല്ലാഹ് ഈ മുഹറത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ തീരുമാനമെടുക്കണം. സഫറിലേക്ക് പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഓരോ അറബി മാസങ്ങൾ നമ്മിൽ നഷ്ടപ്പെടുമ്പോഴും മാസങ്ങൾ തിരിച്ചറിയുക എന്നതോടൊപ്പം തന്നെ എന്റെ പ്രായം കുറഞ്ഞു വരുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ മാസവും 2ാമത്തെ വെള്ളിയാഴ്ച നാം ശേഖരിക്കാറുള്ള കേന്ദ്ര പള്ളിയുടെ ഫണ്ട് കളക്ഷൻ ഇന്നാണ്. എല്ലാവരും നന്നായി സഹകരിക്കുക. നമ്മുടെ പള്ളിക്കും നന്നായി ദാനം ചെയ്യാൻ, സദഖ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാ സദഖയും സ്വാലിഹായ അമലായി സ്വീകരിച്ചും അവന്റെ കോപങ്ങൾ കെടുത്തിക്കളയുന്നവരും നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, നമ്മുടെ സദഖകൾ നമ്മുടെ മുസീബത്തുകളെയും പ്രയാസങ്ങളെയും നീക്കുന്നതാക്കി മാറ്റിത്തരണേ അല്ലാഹ്. നമ്മുടെ സദഖകൾ അല്ലാഹുവേ നിന്റെ കോപത്തെ ഇല്ലാതാക്കുന്നതാക്കി മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ സദഖ നിന്റെ പുഞ്ചിരി കാണുന്ന സദഖയായി മാറ്റിത്തരണേ അല്ലാഹ്. മരിച്ചതിന് ശേഷം നിന്റെ പുഞ്ചിരി കാണുന്ന, നിന്റെ സംസാരം കാണുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين، وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إليه.